ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ വീണ്ടും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവ് 3D ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, എന്താണെന്ന് പറഞ്ഞാൽ ഗൈസ്, നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോയുടെ അകത്ത് നമ്മുടെ സിയും കാര്യങ്ങളൊന്നും അടിച്ചു പോയി. അത് CPU ഇന്നാണ് തിരിച്ച് കിട്ടിയത് നമുക്ക്. അപ്പോൾ ഇനി മൊത്തം GTFൻ്റെ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ മൊബൈലിലൊന്ന് കളിച്ചിട്ടുണ്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ GTFൻ്റെ വീഡിയോസിന് വേണ്ടി എല്ലാവരും ഇപ്പോഴത്തേനും വീഡിയോ ലൈക്ക് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബ് അങ്ങോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും കിട്ടാത്ത അതേപോലെ ബ്ലാക്ക് കളർ നമ്മുടെ ഡിഫൻഡറിൽ അടിച്ചിട്ടുണ്ട്. അലോവിലൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. ഓക്കെ, അലോവിൽ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കരുണ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അലോവിലൊക്കെ മാറ്റാൻ. ആരോ രാവിലെ തന്നെ വിളിക്കണ്ടല്ലോ. ആരാ അത്? സുഖു ഫ്രണ്ടാ? എടേ, നമ്മുടെ സുഖു അല്ലേ? എന്താ സുഖു വിളിച്ചത് രാവിലെ തന്നെ? ഫ്രാങ്ക്ലിന് ഒരു ഇഷ്യൂ ഉണ്ട്. എന്താന്ന് പറഞ്ഞാ എൻ്റെ വണ്ടിയെ മറ്റേ ഫോർച്യൂണർ ഇല്ലേ, ഏത് മറ്റേ നമ്മുടെ ഗോൾഡ് അലോവിയിലും പിന്നെ ഗോൾഡ് കളറും അടിച്ചതാ? അത് തന്നെ. അതില്ലേ, ഇതില്ല എന്തോന്ന്? ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഒരു ഗെറ്റ് ടുഗദർ പോയി. എന്നിട്ട് തിരിച്ചു വന്നപ്പില്ലേ പോലീസ് ഒന്ന് ആ വണ്ടി പൊക്കിയിട്ട് താഴെ വെച്ചില്ലേ? അതൊക്കെ വിട്, ഞാൻ ചുമ്മാ കോമഡി ഇരിക്കില്ല. നീ എന്തായാലും പറ, എന്താ? അത് ഇന്നലെ പോലീസ് പൊക്കിയപ്പോ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും. ഞാൻ രാവിലെ നോക്കാൻ പോയപ്പോ അവിടെ നിനക്ക് പറ്റിയ റോൾസ് റോയ്സർ, നിനക്കല്ല എനിക്ക് പറ്റിയ റോൾസ് റോയ്സർ ഉണ്ട്. എന്തായാലും നീ അതൊന്ന് പൊക്കി തരൂ. പൊക്കിന്ന് തരൂല, പിന്നെ എനിക്ക് താഴ്ത്താൻ സമയമില്ല. എന്തായാലും നോക്കട്ടെ, പിന്നെ വെച്ചോ, ഞാൻ നോക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മുടെ അവൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇന്ന് നോക്കാൻ പോകണമെന്ന്. അപ്പോൾ സുഖു പറഞ്ഞ പോലെ തന്നെ, സുഖു എൻ്റെ ഇവിടുത്തെ ബെസ്റ്റ് ഫ്രണ്ടാണ്. മൈക്കിൾ കഴിഞ്ഞിട്ട് അവനാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ഞാൻ ഫ്രാങ്ക്ലിൻ സുധാകരൻ. അപ്പോൾ സുധാകരൻ ആയതുകൊണ്ട് തന്നെ ഞാൻ മാഷൊന്നുമല്ല, ഞാനൊരു നല്ല ഇവനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എക്സസൈസ് ചെയ്യാൻ പോകണം ഗൈസ്. അപ്പോൾ എക്സസൈസ് ചെയ്തിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാരും വെയിറ്റ് ഗൈസ്. 1 hour later. ഓ ഗൈസ്, അപ്പം തന്നെ ഉച്ചയായി. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. ഗെയിംക്കും തുടങ്ങാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ കുറച്ച് നേരം ഗെയിമും കൂടെ കളിക്കുകയാണെങ്കിൽ രാത്രിയാവില്ലേ. ഇപ്പോൾ എന്തായാലും 6 മണിയായി. അപ്പോൾ നമുക്ക് 6 മണിയായതുകൊണ്ട് തന്നെ ഗൈസ് നമുക്കൊരു കുറച്ച് നേരം കൂടെ കളിക്കാം. ഓക്കെ, അപ്പോൾ ഗെയിം കളിച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഗെയിമും കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു 7 മണിയായി, രാത്രി ഇരുട്ടാറായി. അപ്പോൾ നമുക്ക് സമയമായി. ഇപ്പോൾ ഗൈസ്, നമുക്ക് എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം. A few moments later. അങ്ങനെ കെറ്റപ്പൊന്നും ചെയ്യാനില്ല ഗൈസ്, ഞാൻ ചുമ്മാ ഒന്ന് പോയി റെഡിയായിട്ട് വന്നതാണ്. എന്തായാലും നമ്മുടെ ഈ ഡിഫൻഡർ തൊടുമ്പോൾ തന്നെ കയറാനുണ്ട്. നല്ല സ്പീഡാണ്, 40ആണ്. നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ തന്നെ ഫ്രണ്ട് അടുത്തത് ആ ഗേറ്റിൻ്റെ അവിടെ പോകുമ്പോൾ തന്നെ 100 ക്രോസ് ചെയ്യുന്നതാണ്. അല്ല, ക്രോസ് ചെയ്തില്ല, കുറച്ചും കൂടെ ഉണ്ട്. എന്തായാലും നമുക്ക് ബാക്കിൽ തന്നെ ഒന്ന് കാറ് പാർക്ക് ചെയ്തേക്കാം. കാരണം നമുക്ക് ബാക്കിൽ കൂടെ പോകുന്നതാണ് നല്ലത് ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ റോബറി എന്തായാലും നടക്കും. ഇത് ആദ്യത്തെ സ്റ്റീലിങ്ങാണ് സിറ്റിയിൽ വന്നിട്ട് തന്നെ. സിറ്റിയിൽ ആദ്യമായിട്ടുണ്ട്. ഇവിടെ മറ്റേ പറഞ്ഞ പോലെ കുണ്ടി ഇടിച്ചുകൊണ്ടാ കുണ്ടിയുടെ ഷോട്ട്. എന്തായാലും ഒന്നും കൂടെ അത് കാണിച്ചു തരാം. എൻ്റെ കുണ്ടിയുടെ ചോര എവിടെയുണ്ട്? പോലീസുകാരെന്തായാലും ബ്ലഡ് നോക്കി വരാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർച്യൂണർ ഗോൾഡ് അലോവിയിൽ സീനാണുള്ള കേസ്. ഇതൊന്നും ഊരി വെച്ചിട്ടില്ല അവന്മാർ. അപ്പോൾ തൂക്കി വയ്ക്കാനായിരിക്കും. ഇവിടുത്തെ പോലീസ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. എന്തായാലും മുതലാക്കും. ഓക്കെ, ഡോർ ഇവിടെയല്ല, തെറ്റിപ്പോയി അപ്പുറത്ത്. ഓക്കെ, തൂക്കി ഒറ്റ ഇതിലങ്ങ് എടുക്കണം. ഒന്നും തട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തട്ടരുത്. തട്ടിയ മൈക്കിൾ എന്നെ കൊല്ലും. മൈക്കിളല്ല, സുഖു എന്നെ കൊല്ലും. തട്ടരുത്, ഒട്ടും തട്ടരുത് മച്ചാന്മാരെ. തെണ്ടിയെന്നോ അവനെന്താ എന്നെ വിളിച്ച്? എന്തായാലും കുഴപ്പമില്ല, വിട്ടോളാം. ഇതെന്തായാലും 100 ലെവൽ കിട്ടില്ല. കാരണം ഇത് സുഖുവിൻ്റെ വണ്ടി. സുഖു എന്തായാലും വിൽക്കുമെന്നാണ് പറയണത്. ഐ ഡോണ്ട് കെയർ ഗൈസ്. 100ഒക്കെ കയറുന്നുണ്ട് ഫോർച്യൂണർ ഇതുവരെ. ഞാൻ കയറിയിട്ടുണ്ട് ഫോർച്യൂണർ, പക്ഷെ എൻ്റെ അച്ഛനെ ഓടിക്കുന്നത്. വണ്ടി പോയി. തട്ടരുതെന്ന് മൈക്കിൾ പറഞ്ഞിട്ടാണ് വന്നത് എന്ന് പറഞ്ഞതേ ഉള്ളൂ. തട്ടി. ഓടാ, ഡോറെങ്കിലും ഉണ്ടായിരുന്നടാ. ബോണറ്റ് എന്ത് തോന്നിയാസോടെ അവനൊക്കെ കാണിക്കണേ. റോട്ടിൻ്റെ അകത്തിടുന്നാണോ അവന് മുഞ്ഞാലാടി കളിക്കണേ? എന്തായാലും വീട്. ഇവനൊക്കെ വെള്ളം വാങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം തുഴഞ്ഞങ്ങ് ജയിച്ചേനെ. തുഴയാൻ മാത്രം അറിയാം എല്ലാത്തിനും. ഓക്കെ, അങ്ങനെ നമ്മളിത് എവിടെ എത്തി? ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ പൊട്ടിയൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവനെ വിളിച്ച് പറഞ്ഞിട്ട് അടുത്ത് തന്നെ എടുക്കാൻ പോകാം. ഓക്കെ ഗൈസ്, റോട്ടിൽ നിന്ന് ഒരു ബുഗാട്ടി കിട്ടി, അതും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇതിവിടെ എത്തി. ഓക്കെ,
ഇവിടെ തന്നെ പാർക്ക് ചെയ്യാൻ കഴിച്ചില്ല, നമുക്ക് അങ്ങനെ പോകണ്ട. ഓക്കേ, ഓക്കെ നമ്മൾ നോക്കിയ 1 സ്റ്റാറൊക്കെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇതെന്താണ് മതിലിൽ ഞാൻ കുടുങ്ങിയ? ഇനി വല്ല മതിലും സൂചന അറിഞ്ഞാണ്. ആശത്തിലേക്ക് നിന്റെ പോക്ക്. വോയിസ് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്നൊന്ന് ഇറങ്ങാം. ഓക്കെ, അങ്ങനെ ഞാൻ മതിൽ നിന്നൊക്കെ ഗ്ലിച്ചിൽ നിന്ന് ഇറങ്ങി. അതെന്ത് ഗ്ലിച്ചായിരുന്നു, അപ്പോൾ അതൊന്നും വിഷയമില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങാം. ഓക്കെ, റോൾസ് റോയ്സിൽ നമുക്ക് 1 സ്റ്റാർ എന്തായാലും ഉണ്ട്. പോലീസൊക്കെ വളഞ്ഞല്ല ഗൈസ്. എന്തായാലും നമുക്ക് 1 സ്റ്റാർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സുഖുവിൻ്റെ വീട്ടിലോട്ട് പോകണ്ട, നമുക്ക് രാജുവിൻ്റെ വീട്ടിലോട്ട് പോകാം. രാജു അല്ല, ജാക്ക് എന്നാണ് പേര്, പക്ഷെ ഞാൻ രാജു എന്ന് വിളിക്കണം. എൻ്റെ അമ്മയെക്കാരൻ രാജു എന്ന് വിളിക്കണമെങ്കിൽ ഞാൻ രാജു എന്ന് വിളിക്കണേ. ഇടിക്കാതെ കൊണ്ടുപോകണം, നല്ല മാനേഴ്സിൽ ഇടിക്കാതെ കൊണ്ടുപോകണം. പിന്നെ ഒന്നുമില്ല, അങ്ങനെ തന്നെ പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ രാജുവിൻ്റെ ജാക്കിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഡോറിൻ്റെ ലോക്ക് പൊട്ടി, അതങ്ങനെ ശരിയാക്കിയിട്ടോ. ഇനി ഇതാകെ നമുക്ക് വേണ്ടി മാത്രമേ ഗേറ്റ് ഓർക്കുള്ളൂ, നമുക്ക് വേണ്ടിയല്ല. ഈ വണ്ടർ ലെവലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, എല്ലാത്തിനും അങ്ങ് കൊന്നു, പിന്നെ ആരും പറയാനില്ലല്ലോ. ഇതിങ്ങനെ പോടെ, ഇത് പോയില്ലെങ്കിൽ ഗേറ്റ് അടയില്ലല്ലോ. എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ ഗായ്സ്. ഏകദേശം നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഫോർച്യൂണർ ഷെഡിൻ്റെ അകത്ത് കയറ്റി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അലോവിയിലൊന്നും അവൻ ഊരിയിട്ടില്ല, കറക്റ്റ് ഷെഡിൻ്റെ അകത്ത് കയറ്റിയിട്ട്. ഓക്കെ, ഇടിച്ച് നോക്കാമെന്ന് വേണ്ട. ഓക്കെ, എന്നാൽ പിടിച്ചോ ഒരു ഇടി. ഓക്കെ, അങ്ങനെ നമുക്ക് സോമന് വേണ്ടി വെയിറ്റ് ചെയ്യാം. സോമനല്ല, അത് KL Fun Gaming 2.0, അത് എൻ്റെത് സുഖു വന്നപ്പോഴാണ് ഒരു വമ്പൻ ട്വിസ്റ്റ് ഗൈസ്. എന്നാണ് ഞാൻ സുഖു നമ്മുടെ അടുത്ത് പറഞ്ഞ്, നീ ആണെങ്കിൽ റോൾസ് റോയ്സർ എടുത്തോ, എനിക്കിത് വേണ്ട, ഞാൻ ഇത് എന്തായാലും വിൽക്കാൻ പോകണേന്ന്. അതുകൊണ്ട് ഞാൻ അവന് ഹഗ്ഗൊക്കെ കൊടുത്തു. സുഖു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഓക്കെ സുഖു, നമുക്ക് നാളെ കാണാം. ഓക്കെ സുഖേ, ബൈ ബൈ. അപ്പോൾ ഗൈസ് നമുക്ക് ഈ വണ്ടി എടുത്തുനിന്ന് പോകാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ റോൾസ് റോയ്സർ വരുമ്പോൾ നമുക്ക് തിരിച്ചൊരെണ്ണം കൊടുക്കണ്ടേ? ഓക്കെ ഗൈസ്, തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഷോറൂമിൽ നിന്ന് ഒരു മെക്ലെയർ എടുത്തിട്ടുണ്ട്, പച്ച കളർ. അപ്പോൾ ഞാൻ മുടി വെട്ടാൻ വന്നതാണ്, ഇപ്പോൾ മുടിയൊക്കെ വെട്ടിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ മുടിയൊക്കെ വെട്ടി ഞാൻ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഈ മെക്ലെയർ കൊണ്ട് അവനെ കൊടുക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ മെക്ലെയർ നമുക്ക് നേരെ അവൻ്റെ കൊണ്ട് കൊടുക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ റോൾസ് റോയ്സറും കൊണ്ടുവന്ന് റോൾസ് റോയ്സിൽ ആദ്യത്തെ ഡ്രിഫ്റ്റ് കഴിഞ്ഞു. അപ്പോൾ വേറെന്താ പരിപാടി, നമുക്ക് വീട്ടിൽ കയറി ഒന്ന് കുളിച്ചാൽ, പിന്നെ കുളിച്ചിട്ട് രാവിലെ കാണാം. അപ്പോൾ നമുക്ക് ഡിഫൻഡറിൻ്റെ കളർ മാറ്റിയാൽ മതി. അയ്യോ, കളർ മാറ്റിയില്ല, പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിലിട്ടതാണ് ഞാൻ, കളർ മാറ്റിയവർ. വെരി ബാഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് പോലീസുകാരുടെ അടുത്ത് റിവെഞ്ച് എടുക്കണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ്, പിന്നെ വല്ല മിത്തുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്കൊന്ന് ചാടി കുളിക്കാം. അപ്പോൾ നാളെ കാണാം ഗൈസ്. ഓക്കെ, അങ്ങനെ രാവിലെ ആയി. അപ്പോൾ ഗ്യാസ് നമുക്ക് രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ പോലെ കട്ടിലിൽ നിന്ന് എണീറ്റ് ഇതൊന്ന് കയറാൻ പറ്റത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഡിഫൻഡറിന് മാറ്റമൊന്നുമില്ല, പഴയതുപോലെ തന്നെ. അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കും കുളിച്ചിട്ടും ഡ്രസ്സൊന്നും മാറ്റിയില്ലെന്ന്. ഞാൻ പട്ടാളത്തിൻ്റെ ഡ്രസ്സായിരുന്നു, നല്ല പാറ്റൽ. വാവ്, ഇതാ കിടക്കണ്ട റോൾസ് റോയ്സർ, മാറ്റമൊന്നുമില്ല. ഓക്കെ, ഫ്രണ്ട് ബമ്പർ ഇളകിയത് പോലെ തോന്നിയതാണോ? അല്ല ഗൈസ്, തോന്നിയതല്ല, അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഇതൊന്നും ഇങ്ങനെ ഇരിക്കണ വണ്ടി. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വണ്ടിക്കകത്ത് കയറി ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, എനിക്ക് 70% ഉള്ളൂ, ചാർജ് തീരുമായിരിക്കും ചിലപ്പോൾ. ഓക്കെ ഗൈസ്, അപ്പോൾ ഓക്കെ നമുക്കെന്തായാലും ഫ്രണ്ടിൽ കൊണ്ടിടാം. എന്തായാലും ഇന്നലത്തെ പരിപാടിയിൽ ആരും ഒന്നും ശ്രദ്ധിക്കില്ല. നമുക്ക് ഫ്രണ്ടിൽ കൊണ്ടുപോയി ഡ്രിഫ്റ്റൊക്കെ നടത്തിയിട്ട്, ഇടിച്ച ബമ്പർ ഇളകും, അത് ഉറപ്പാണ്. നമ്മളെ ഇത് കണ്ടോ ഗൈസ്, ടാറ്റു. ഓക്കെ, നമുക്കെന്തായാലും അവിടെ കൊണ്ടുവന്ന് ഒരു ഡ്രിഫ്റ്റ് ചെയ്യാം. നമുക്ക് ഡ്രിഫ്റ്റിങ്ങിന് എനിക്ക് കിങ് അവാർഡൊക്കെ കിട്ടി. ഡ്രിഫ്റ്റ് മാസ്റ്റർ ഞാൻ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൽ.
പിന്നെ എനിക്കൊരു BMW കിട്ടി. ആരുടെ ഔദാര്യത്തിലൊന്നും എനിക്ക് BMW എടുക്കണ്ട. ഞാൻ സ്വന്തമായിട്ടൊരു BMW എടുത്തിട്ടുണ്ട് ഗൈസ്. എനിക്കൊരുത്തന്നെ BMW വേണ്ട. അപ്പോൾ ഇനി മുതൽ എനിക്ക് സ്വന്തം BMW ഉണ്ട്. അപ്പോൾ ഹോപ്പ് ഞാൻ ഇന്നോട് ഇത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന അറിയില്ല. ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ എടുക്കുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.